ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. ജ്യോതിശാസ്ത്രത്തിൽ ചന്ദ്രനെയും ഒരു ഗ്രഹമായാണ് കണക്കാക്കുന്നത്. വളരെ വേഗം രാശി മാറുന്ന ഗ്രഹമാണ് വേദജ്യോതിഷത്തിൽ ചന്ദ്രൻ. 2.5 ദിവസമാണ് ചന്ദ്രൻ ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ 7 ദിവസത്തിലും ചന്ദ്രൻ ഏതെങ്കിലുമൊരു ഗ്രഹവുമായി സംയോഗമുണ്ടാകുന്നു. മാതാവ്, മനസ്സ്, മനോബലം, സ്വഭാവം, കല, രചനാപരമായ കഴിവുകൾ എന്നിവയുടെ കാരണഭൂതനായാണ് ചന്ദ്രനെ കണക്കാക്കുന്നത്. ചന്ദ്രന്റെ രാശിയിലും സ്ഥിതിയിലും നക്ഷത്രത്തിലും മാറ്റം വരുമ്പോൾ എല്ലാ രാശികളിലും ആ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നു. സെപ്റ്റംബർ അവസാനം ചന്ദ്രനും ചൊവ്വയും തമ്മിൽ സംയോഗമുണ്ടാകാൻ പോകുകയാണ്. ഈ സംയോഗത്താൽ മിഥുനം രാശിയിൽ വളരെ വിശേഷപ്പെട്ട മഹാലക്ഷ്മി രാജയോഗം രൂപപ്പെടും. ജ്യോതിഷത്തിൽ വളരെ ഐശ്വര്യകരവും മംഗളകരവുമായ യോഗമായാണ് മഹാലക്ഷ്മി രാജയോഗം അറിയപ്പെടുന്നത്. ഈ രാജയോഗം അനുഭവഭേദ്യമാകുന്നവർക്ക് സമൂഹത്തിൽ നിലയും വിലയും ധനവും സമ്പത്തും ഐശ്വര്യവും വന്നുചേരും. ഗ്രഹങ്ങളുടെ സേനാപതിയെന്ന് അറിയപ്പെടുന്ന ചൊവ്വ ഇപ്പോൾ മിഥുനം രാശിയിലാണ് നിലകൊള്ളുന്നത്. ഒക്ടോബർ 20 വരെ ചൊവ്വ മിഥുനത്തിലുണ്ടാകും. സെപ്റ്റംബർ 24-നാണ് ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് എത്തുന്നത്. സെപ്റ്റംബർ 26 വരെ മിഥുനത്തിൽ ചന്ദ്രന്റെ സാന്നിധ്യമുണ്ടാകും. മിഥുനം രാശിയിലെ മഹാലക്ഷ്മി രാജയോഗം ഏതൊക്കെ രാശിക്കാണ് ഗുണകരമാകുക എന്ന് നോക്കാം. ആദ്യത്തെ രാശി ധനു ആണ്. ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് മഹാലക്ഷ്മി രാജയോഗത്തിന്റെ നേട്ടങ്ങൾ അനുഭവവേദ്യമാകും. ആ രാശിക്കാർക്ക് മേൽ ലക്ഷ്മീദേവിയുടെ പ്രത്യേക അനുഗ്രഹമുണ്ടാകും. ഏറെക്കാലമായി ചെയ്യാനാകാതിരുന്ന ജോലികൾ ഈ കാലയളവിൽ ചെയ്യാൻ കഴിയും. ആധ്യാത്മിക കാര്യങ്ങളിലുള്ള താൽപര്യം വർദ്ധിക്കും. ഭൗതിക സുഖങ്ങൾ പ്രാപ്തമാകും. കരിയറിൽ പ്രത്യേക നേട്ടങ്ങൾ കൈവരും. ഉന്നത പഠനം, വിദേശത്ത് പഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ടാകും. ജോലിസ്ഥലത്ത് ഉന്നതാധികാരികളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. ജോലിയുടെ മികവ് കണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സഫലതയും വിജയവും പ്രാപ്യമാകും. മേടം രാശിക്കാരാണ് അടുത്തത്. മേടം രാശിയിൽ ജനിച്ച ആളുകളിൽ മഹാലക്ഷ്മി രാജയോഗം ലാഭകരമായിരിക്കും. ആ രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം കൈവരും. കരിയറിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാകും. എങ്കിലും പങ്കാളിത്ത ബിസിനസ്സുകളിൽ അല്പം ജാഗ്രത ആവശ്യമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പ്രതീക്ഷിക്കാതെ പല വഴികളിൽ നിന്നായി പണം തേടിയെത്തും. ജീവിത പങ്കാളിക്കൊപ്പം നല്ല നേരം ചിലവിടും. യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. കുംഭം രാശിക്കാരാണ് അടുത്തത്. കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്ക് മഹാലക്ഷ്മി രാജയോഗം അസാധ്യമായ നേട്ടങ്ങൾ വരെ നൽകും. കുംഭം രാശിയുടെ 5-ാമത്തെ ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ലക്ഷ്മീദേവിയുടെ പ്രത്യേക കൃപയുണ്ടാകും. കുടുംബത്തിൽ എല്ലാവർക്കും ഭാഗ്യത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. ജോലിയിൽ ഉന്നത പദവികൾ തേടിയെത്തും. ശമ്പളവർദ്ധനയ്ക്കും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭമുണ്ടാക്കാൻ വളരെ അനുകൂലമായ സമയമാണ്. കുടുംബസ്വത്ത് തേടിയെത്തും. ആരോഗ്യം തൃപ്തികരമായിരിക്കും.